നമസ്കാരം. കോവിഡ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ 13ഓളം രോഗാവസ്ഥകളെ നേരിയ തോതിൽ വഷളാക്കുന്നുവെന്ന് കണ്ടെത്തൽ. ലോകാരോഗ്യ സംഘടനയുടെ ഗവേഷണ വിഭാഗമായ ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം, ഹൃദയം, രക്തം എന്നിവയുമായി ബന്ധപ്പെട്ട് അപൂർവം ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയത്. വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ, മൊഡോണ, ആസ്ട്രാസൈനക തുടങ്ങിയ കമ്പനികളുടെ വാക്സിനുകൾ സ്വീകരിച്ച 90 ദശലക്ഷം ആളുകളിൽ നടത്തിയ പഠന റിപ്പോർട്ട് വാക്സിൻ എന്ന ജേർണലിലാണ് പ്രസിദ്ധീകരിച്ചത്. അർജന്റീന, ഫിൻലൻഡ്, കാനഡ, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ന്യൂസിലൻഡ്, സ്കോട്ട്ലൻഡ് എന്നീ 8 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് പഠനത്തിനായി പരിഗണിച്ചത്. റിപ്പോർട്ട് അനുസരിച്ച് വാക്സിനേഷൻ മനുഷ്യന്റെ ഹൃദയവും രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളിൽ നേരിയ വർധനവ് ഉണ്ടാക്കിയതായി കണ്ടെത്തി. ഫൈസർ ബയോഎൻടെക്കിന്റെയും മൊഡോണയുടെയും mRNA വാക്സിനുകളുടെ 1, 2, 3 ഡോസുകൾ സ്വീകരിച്ചവരിൽ ഹൃദയത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മൊഡോണയുടെ 2ാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥ പലരിലും ഉണ്ടായിരിക്കുന്നതെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. ആസ്ട്രാസൈനികയുടെ 3ാമത്തെ ഡോസ് സ്വീകരിച്ചവരിൽ ഹൃദ്രോഗമായ പെരികാർഡിസിന്റെ സാധ്യത 6.9 മടങ്ങ് വർദ്ധിച്ചതായി കണ്ടെത്തി. മൊഡോണയുടെ ആദ്യത്തെയും 4ാമത്തെയും ഡോസ് സ്വീകരിച്ചവരിൽ യഥാക്രമം 1.7 മടങ്ങും 2.6 മടങ്ങുമായി രോഗസാധ്യത വർദ്ധിച്ചു. കൂടാതെ ആസ്ട്രാസൈനികയുടെ ഡോസുകൾ സ്വീകരിച്ചവരിൽ ഗില്ലിൻ ബാരെ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായും ഒപ്പം രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത 3.2 മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തി. മൊഡോണയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ അക്യൂട്ട് ഡിസെമിനേറ്റഡ് എൻസീഫലോമൈറ്റിസ് സാധ്യത 3.8 മടങ്ങും ആസ്ട്രാസൈനികയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ ഇത് 2.2 മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തി. ഇന്ത്യയിൽ കോവിഡിനെ അതിജീവിച്ചവരിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് നടത്തിയ പഠനത്തിൽ പറഞ്ഞിരുന്നു. കോവിഡിന്റെ ആദ്യ തരംഗത്തിനിടെ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റുകൾ, 6 മിനിറ്റുള്ള വർക്കിംഗ് ടെസ്റ്റ്, ചെസ്റ്റ് റേഡിയോഗ്രഫി എന്നിവയുടെ അടിസ്ഥാനത്തിൽ 207 പേരെയാണ് പഠനത്തിന് വിധേയമാക്കിയത്. പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റു പഠന റിപ്പോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണെന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.